അല്ല വെറുതെ കുറെ കാട്ടിക്കൂട്ടാന്നല്ലാണ്ട് ഐ മീൻ നമുക്ക് ഉദ്ദേശിച്ചൊരു വെറൈറ്റി ഒന്നും ഇല്ല, സെയിം തന്നെ. കുറച്ചൊരാഗുണ്ടായിരുന്നു, അപ്പോഴും ഒരു 8. മറ്റേ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു തൂക്കി. ഒരു മഴ പെയ്ത് തുറന്ന പോലെ, കാരണം ഫുൾ ഫൈറ്റ് ആയിരുന്നു. ഹിപ്സ്റ്ററിനൊക്കെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നി, കാരണം അവർക്ക് പറ്റിയ റോളില്ല. മലയാളത്തിൽ ഒരു ഒന്നൊന്നര വയലൻസ് മൂവിയായിരുന്നു മാർക്കോ. ഈ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ദാ കാട്ടാളൻ. കാട്ടാളന്റെ റിവ്യൂ ഒക്കെ എങ്ങനെയുണ്ട് നോക്കിയാലോ നമുക്ക്. അപ്പൊ വായോ. ഒന്നുമില്ല, പടം ബോറുണ്ട്, വേറെ പറയാനില്ല. അല്ല വെറുതെ കുറെ കാട്ടിക്കൂട്ടാന്നല്ലാണ്ട് ഐ മീൻ നമുക്ക് ഉദ്ദേശിച്ചൊരു വെറൈറ്റി ഒന്നും ഇല്ല, സെയിം തന്നെ. പെപ്പ അഭിനയിച്ചിട്ടെങ്കിൽ ഐ മീൻ പെപ്പയുടെ റോൾ കുഴപ്പമില്ല, പക്ഷെ പടം പോരാ. ഐ മീൻ അതിനൊരു ഇത് വേണ്ടേ, അതൊന്നും ഇല്ലേ വെറുതെ. അതൊന്നുമില്ല. ഐ മീൻ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും ഇംപ്രസീവ് അല്ല, ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടണം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് അടിപൊളി, ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ അടിപൊളി തോന്നി. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല. എല്ലാം അടിപൊളി, നന്നായിരുന്നു. ഒരു ഇല്ല, മീറ്റ് ചെയ്തില്ല. എന്തോ വൗ ഫാക്ടർ ഭയങ്കര കുറവായിരുന്നു, എന്നാലും ഓക്കെയാണ്. ഓക്കെയാണ് പടം കുഴപ്പമില്ല, എനിക്ക് മാർക്കോന്റെ അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ 2 മണിക്കൂറിന്റെ അടുത്താണ് പടം. പിന്നെ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മേക്കിംഗ്, അതായത് ക്യാമറ വിഷ്വല്, പിന്നെ എഡിറ്റിങ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ട്. ഈ പറയണ പോലെ ചെറിയ പടമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ കുഴപ്പമില്ല, മൊത്തത്തിൽ ഓവറോൾ നല്ല പടം തന്നെയാണ്. പിന്നെ ചെറിയ മറ്റേ മാർക്കോന്റെ ഒരു ഹൈപ്പ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അതെനിക്ക് ഇതിൽ കിട്ടിയില്ല. ആ ഒരു ചെറിയൊരു ഇത് മാത്രം. പിന്നെ പെപ്പ എല്ലാവരും നന്നായിട്ട്. പിന്നെ ഹിപ്സ്റ്ററിനൊക്കെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നി, കാരണം അവർക്ക് പറ്റിയ റോളില്ല, അത്രേ ഉള്ളൂ. നല്ലായിരുന്നു. മാർക്കോ പോലെ തന്നെ, മാർക്കോ യൂണിവേഴ്സ് ആണെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. അടിപൊളി, പെപ്പേനെ നോക്കിയിട്ടാണ് വന്നത്. അടിപൊളി ക്യാമിയോ ആണ്, ഇഷ്ടമായി. കുറച്ചൊരാഗുണ്ടായിരുന്നു, അപ്പോഴും ഒരു 8. അടിപൊളി. മറ്റേ ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു തൂക്കി. അടിപൊളി. പേട്ട സാധനങ്ങള് ഞെട്ടിപ്പോയി. ചാൻസ് ഉണ്ട് അത്ര. വൺ ടൈം വാച്ചല്ലോ, പക്ഷെ ഫസ്റ്റത്തെ ടൈം പറയാ അത്ര. ബീജിയം സീനുകൾ കൂടുതൽ തൂക്കിയേക്കണം, ബീജിയമാ അല്ലെ. അടിപൊളി, നല്ല രസമുണ്ട്, എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഇവനോട് മാർക്ക് നിങ്ങളെ നൈസ് പടാ. ആ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല. ഫസ്റ്റ് എന്താ ബ്രേക്ക് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തീർന്നല്ലേ. ആ പിന്നെ ഒന്നുമില്ല, നല്ല പടമാണ്, ഒരു വട്ടം കാണാം. നല്ല സിനിമ, നല്ലൊരു യൂണിവേഴ്സ് ഉണ്ട്, അടിപൊളി അടിപൊളി ക്യാമിയോ ഒക്കെ ഉണ്ട്. സീൻ സിനിമ. പാർട്ട് 2 ഉണ്ട്. ഓ 100ന് മേലെ എന്തായാലും പോവും. 200. ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ അടിപൊളിയായിരുന്നു, ഒരു മഴ പെയ്ത് തുറന്ന പോലെ, കാരണം ഫുൾ ഫൈറ്റ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ഉണ്ടായിരുന്നു. പെപ്പ സൂപ്പറാ, പിന്നെ ഹനാൻഷായും അടിപൊളിയാ, പക്ഷെ അവൾക്ക് ഡയലോഗ് ഇല്ല, അതൊരു മാത്രം ഒരു ഇതാ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. 100 കോടി അടിക്കാൻ ചാൻസ് ഉണ്ട്. എത്ര റേറ്റിംഗ് കൊടുക്കാൻ സിനിമയ്ക്ക് നമുക്ക്? ഒരു 7.5 കൊടുക്കും.